ഹായ് ഗൈസ്, ഇന്ന് ഞങ്ങളൊരു കുട്ടി സ്റ്റെക്കേഷന് പോവാണ്. നാളെ ഞങ്ങളുടെ ഫസ്റ്റ് എൻഗേജ്മെൻറ്റ് ആനിവേഴ്സറി ആണ്. അപ്പോൾ അതിനൊന്ന് പോയി സെലിബ്രേറ്റ് ചെയ്യാൻ വെച്ചു. അപ്പോൾ ഞങ്ങൾ ആതിരപ്പള്ളിയിലാണ് പോകുന്നത്. ഞങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പ്ലാന്റേഷൻ റൂട്ടിൽ കൂടെയാണ്. അതാകുമ്പോൾ തിരക്ക് കുറവായിരിക്കും. പിന്നെ കണ്ടില്ലേ, നല്ല പ്രകൃതി രമണീയമായ സ്ഥലം, പറയാൻ തന്നെ പെട്ടുപോയി. ഐ എം എ റൈഡർ, പ്രോ റൈഡർ. ഇവിടെ അത്യാവശ്യം റോഡ് അത്ര സെറ്റപ്പ് അല്ല കേട്ടോ, പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ വ്യൂ. ഞങ്ങളപ്പോൾ ഹോട്ടലെത്തി. ഇതവരുടെ റെസ്റ്റോറൻറ്റ് ഏരിയ കേട്ടോ. ഇതിൻ്റെ അപ്പുറത്ത് നല്ലൊരു വ്യൂ ഉണ്ട്. ഞങ്ങളുടെ ഫ്രണ്ട് ചാന്ദിനി ഉണ്ണിയാണ് ഈ സ്റ്റേ ഞങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തത്. അവർ കുറച്ച് നാൾ മുന്നേ ഇവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ബിരിയാണിയും പ്രോൺസ് റോസ്റ്റോ പറഞ്ഞു. അവിടുത്തെ ബിരിയാണിക്ക് നല്ല ക്വാണ്ടിറ്റിയാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരെണ്ണം വാങ്ങി ഷെയർ ചെയ്തു. അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു മഴ പെയ്തു. നല്ല വൈബായിരുന്നു മഴയത്തിരുന്ന് ഫുഡ് കഴിക്കാനായിട്ട്. ഇനി നമുക്ക് റൂം ചെക്ക് ഇൻ ചെയ്യാം. ഡീറ്റെയിൽ റൂം ടൂർ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കേ. ഞങ്ങളുടെ ഫസ്റ്റ് എൻഗേജ്മെൻറ്റ് ആനിവേഴ്സറി ആയതുകൊണ്ട് അച്ചു ചെറുതായിട്ടൊന്ന് റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നെ ഒന്ന് സർപ്രൈസ് ആക്കാൻ. ക്യൂട്ടല്ലേ? ഇത് ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ്. മഴയൊക്കെ പെയ്തുകൊണ്ട് നല്ലൊരു വൈബ് ക്ലൈമറ്റ് ആയിരുന്നു. വ്യൂ ഞാൻ ശരിക്കും കാണിച്ചു തരാം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്കവിടെ ആ വാട്ടർഫോളിൻ്റെ അവിടെ ആൾക്കാർ നിൽക്കുന്നത് കാണാൻ പറ്റും. പിന്നെ രാത്രി അവിടെ നിന്ന് ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ കഴിച്ചു. ഇതെന്നെ സർപ്രൈസ് ആക്കാൻ നോക്കിയതാ, പക്ഷെ അത് എക്സ്പെക്റ്റഡ് ആയിരുന്നു. അവിടുത്തെ ആൾക്കാർ ഭയങ്കര സ്വീറ്റ് ആയിരുന്നു. അവർ ഞങ്ങൾ എൻഗേജ്മെൻറ്റ് ആനിവേഴ്സറി ആണെന്ന് പറഞ്ഞപ്പോൾ അവരൊരു കേക്കൊക്കെ കൊണ്ടു തന്നു. ഞങ്ങളത് കട്ട് ചെയ്തു. ദാറ്റ് വാസ് റിയലി സ്വീറ്റ് ഓഫ് ദം. നമ്മളതൊട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവരുടെ സർവീസൊക്കെ ഭയങ്കര അടിപൊളി സർവീസ് ആയിരുന്നു. ഞങ്ങൾ കേക്ക് കട്ട് ചെയ്ത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സംഭവം കണ്ടു ആന. ഞങ്ങളുടെ ഓപ്പോസിറ്റ് സൈഡ് ആന വെള്ളം കുടിക്കാൻ വരാം. അപ്പുറത്ത് കാടാണല്ലോ, അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വെള്ളം കുടിക്കാൻ വന്നതാണ്. അപ്പോൾ അവിടുത്തെ ചേട്ടന്മാരാണ് ടോർച്ച് അടിച്ച് കാണിച്ചു തന്നത്. ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു നമ്മൾ സ്റ്റെക്കേഷൻസിന് പോകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന്. 10 മണിവരെയായിരുന്നു ബൊഫെ. അപ്പോൾ നമ്മൾ ഓടി വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇന്നലെ അവിടെയാണ് ആനേനെ കണ്ടേ. പിന്നെ അച്ചുമ്മ നന്നായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അടിച്ച് കയറ്റുന്നുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞൊരു 10 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് അപ്പം തന്നെ വന്ന് പൂളിച്ചാടി. കാരണം ചെക്ക് ഔട്ട് ടൈം 11 ഞങ്ങൾ 12 വിചാരിച്ചേ. അപ്പം സമയം ഒട്ടും കളയരുതല്ലോ. അങ്ങനെ ഞങ്ങൾ കുറച്ചധികം സമയം പൂളി കിടന്ന് അറുമാദിച്ചു. ഞങ്ങൾ അത്യാവശ്യം നല്ല ടാൻഡേ, കാരണം ഉച്ചയ്ക്ക് നട്ടുച്ചയാണല്ലോ. കുറച്ച് ടാനായാലും നമ്മൾ അത്യാവശ്യം എൻജോയ് ചെയ്തു. അങ്ങനെ നമ്മുടെ സ്റ്റെക്കേഷനൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ തിരിച്ചു പോവാണ്. നാളെ തൊട്ട് ജോലി എടുക്കണം. സാരല്ല, എപ്പോഴും ഇങ്ങനെ എൻജോയ് ചെയ്തൊരു രസമില്ലല്ലോ. ഇടയ്ക്ക് നമ്മൾ ജോലിയൊക്കെ എടുക്കണം. അപ്പോൾ അത്രയ്ക്കുള്ളൂ ഈ വീഡിയോ. താങ്ക് യു.